അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസിന ബിറുദ്ദാ ബഅദ്. പ്രിയമുള്ളവരെ, ലക്ഷോപലക്ഷം വരുന്ന ഹാജിമാരുടെ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ട് നാട്ടിലേക്ക് തിരിക്കുന്ന തിരക്കിലാണ്. അള്ളാഹു നാഥനായ റബ്ബ് അവരുടെ എല്ലാവരുടെയും ഹജ്ജ് കർമ്മം പരിപൂർണമായി സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ചെലവഴിച്ച സംഖ്യകൾ തിരിച്ചു കൊടുത്ത് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ സന്ദർഭത്തിൽ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അവരവരുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചോ ഇല്ലയോ എന്നതാണ്. ഇവിടെ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെയാണ് സ്വീകരിച്ചോ ഇല്ലെന്ന് അറിയുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ആരോടും ഒരു പരിഭവമില്ലാതെ തിരിച്ച് സന്തോഷത്തോടെയാണ് വരുന്നതെങ്കിൽ, പലപ്പോഴും ഇന്ന് പോയ ആളുകൾ തന്നെ ഒരേ വണ്ടിയിൽ പോയ ആളുകൾ തന്നെ തിരിച്ചു വരുമ്പോൾ രണ്ട് വണ്ടിയിൽ മിണ്ടാട്ടമില്ലാതെ വരുന്നത് കാണാൻ കഴിയും. അവിടെ ഹജ്ജ് വൃഥാവിലാവും. അല്ലാത്ത രൂപത്തിൽ വന്നെങ്കിൽ പ്രതീക്ഷിക്കാം അള്ളാഹു നമ്മുടെ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളം അവരുടെ ശിഷ്ടകാല ജീവിതത്തിൻ്റെ മനോഹാരിതയും അവരുടെ നന്മയിലേക്കുള്ള സായുജ്യവുമാണ്. അവർ നല്ലവരായി മാറിയിട്ടുണ്ടെങ്കിൽ, വിനയമുള്ളവരായി മാറിയിട്ടുണ്ടെങ്കിൽ, അവർ നന്മയുടെ പക്ഷത്ത് കൂടുതൽ സജീവമായിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. നാഥനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഹജ്ജ് കർമ്മം സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഹാജിമാർ അവരുടെ യാത്രയിലുടനീളവും 40 ദിവസം തുടർന്നും അവർക്ക് ദുആയ്ക്ക് ഇജാബത്തുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചനുസരിച്ച് അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യുക സ്വീകരിക്കാൻ വേണ്ടി. എല്ലാവർക്കും വേണ്ടി ദ്വാരക്കണം. തിരിച്ചു വരുമ്പോൾ അവരാദ്യമായി വരേണ്ടത് പള്ളിയിലാണ് കേട്ടോ. പള്ളിയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിക്കണം. ശേഷമാണ് വീട്ടിലേക്ക് പോകേണ്ടത്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വലത് കാലം വെച്ച് കയറുന്നു. ഇറങ്ങിയപ്പോൾ നമ്മൾ ഇടത് കാലം വെച്ചാണ് പോയതല്ലേ. അങ്ങനെ വരുമ്പോൾ വീട്ടുകാർക്ക് എന്തെങ്കിലും സമ്മാനമൊക്കെ കൊണ്ടുവരൽ സുന്നത്തുണ്ട്, ആർക്കൊക്കെ കൊടുക്കാൻ. അതുപോലെ ഈന്തപ്പഴം, സംസം പോലെയുള്ള സമ്മാനങ്ങൾ സാധാരണ കൊണ്ടുവരാറുണ്ടല്ലോ. അതുപോലെ എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരിക. വന്നതിന് ശേഷമാണ് സത്യത്തിൽ നാട്ടിലുള്ള ആളുകളെയൊക്കെ സ്വീകരിച്ച് അവർക്ക് സൽക്കാരം മറ്റും നടത്തേണ്ടത് എന്ന് ആണ് അതിൻ്റെ രീതി. അതാണ് സുന്നത്ത്. എന്നാൽ നമ്മൾ സ്വീകരിക്കണം അവരെ. നാട്ടുകാരും വീട്ടുകാരും അവരെ സ്വീകരിക്കണം. കൈ പിടിച്ച് മസാഫത്ത് ചെയ്യണം, മുആനക്കത്ത് ചെയ്യണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ഹജ്ജ് കർമ്മം സ്വീകരിക്കാൻ, പാപം പൊറുക്കാൻ, അവർ ചെലവഴിച്ച സംഖ്യകൾ അള്ളാഹു പകരം കൊടുത്ത് ബർക്കത്ത് ചെയ്യാൻ വേണ്ടി ദ്വാരക്കണം. ഇതൊക്കെ സുന്നത്താണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സമ്മാനമായൊരു പക്ഷേ നമ്മളവിടെ സ്വീകരിക്കാൻ വേണ്ടി അവരെ കാണാൻ ചെന്നാൽ അവർ ചിലപ്പോൾ സംസം വെള്ളം നമുക്ക് തരും കുടിക്കാനല്ലേ. അത് കുടിക്കുന്ന സമയത്ത് നമ്മൾ കിബിലക്ക് നേരെ ഇരുന്ന് ഒറ്റ 3ആയിട്ടോ അല്ലെങ്കിൽ ഒറ്റ ആയിട്ട് അതിന് മുറുക്കായിട്ട് കുടിക്കുക. കുടിക്കുന്ന സമയത്ത് നാഫിയായ ഇൽമ് കിട്ടാൻ വേണ്ടിയിട്ട്, റിസ്ക് വിശാലമാകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എല്ലാ രോഗങ്ങളും ശിഫ കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് കുടിക്കുക. എന്നാൽ ഈ സംസം കുടിക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഹാജിമാരെ കൊണ്ട് ദ്വാരിപ്പിക്കുക. അവർക്കും അവർ ദ്വാരക്കുന്നവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചതായി കാണാം. നാഥൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.